നമ്മുടെ 28 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ 28 സംസ്ഥാനങ്ങളിലും ഏറ്റവും അധപ്പതിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും വെസ്റ്റ് ബംഗാളാണെന്നുള്ളത്. കാരണം വെസ്റ്റ് ബംഗാളിൽ ജനാധിപത്യമില്ല, ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ പോലും ഗുണ്ടകളും മുൾമുനയിൽ നിർത്തി, കത്തിയുടെ മുനയിലേക്ക് നിർത്തിയിട്ടാണ് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നത്. പക്ഷേ ഇതൊന്നും വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ചർച്ചയാവാറില്ല. ഇപ്പോൾ ആ രാജ്യത്ത് നടക്കുന്ന വലിയൊരു പ്രതിഷേധം, നമ്മുടെ ആ സംസ്ഥാനത്ത് നടക്കുന്ന വലിയൊരു പ്രതിഷേധം നമ്മുടെ നാട് മുഴുവൻ കത്തിപ്പടഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരെല്ലാം കൂടെ ഇറങ്ങി സംയുക്തമായിട്ട് അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഈ കാര്യത്തിൽ അതിഭീകരമായിട്ടുള്ള മൗനം പാലിക്കുകയാണ്. രാഹുൽ ഗാന്ധി പോലും ഒരു വരി ട്വീറ്റാണ് ഇട്ടത്. ഒരൊറ്റ വരി ട്വീറ്റിൽ രാഹുൽ ഗാന്ധി ഇത് അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം ഈ ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ട്? കാരണം പണ്ട് മുതലേ ഇവിടെയുള്ള BJP പോരാത്തതിന് BJP അനുഭാവം പേറുന്ന ആൾക്കാർ എന്തിനു പറയുന്നു? കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ നരേന്ദ്രമോദി അത് ചെയ്താൽ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ അവിടെ വോട്ടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊലപ്പെടുത്തുകയാണ്. ഹിന്ദുക്കളെ അവിടെ വലിയ രീതിയിൽ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം. സന്ദേശകാരിയൊക്കെ നമുക്കറിയാമല്ലോ, സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല. അപ്പോഴാണ് ഇപ്പോൾ ബംഗാളിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ അധപ്പതിച്ചൊരു സംസ്ഥാനമായിട്ടും അവിടുത്തെ ഗവർണർക്ക് പോലും രക്ഷയില്ലാതെ അവിടെ ഇറങ്ങുന്ന കേന്ദ്രമന്ത്രിമാരെല്ലാം വോട്ടിച്ചിട്ട് അടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് പോലും എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇതുവരെ ഒരു രാഷ്ട്രപതി ഭരണം നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കാത്തത്? നരേന്ദ്രമോദിക്ക് സത്യം പറഞ്ഞാൽ മമതാ ബാനർജിയെ പേടിയാണോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദമാണോ, അന്തർധാരയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ടൈപ്പ് ഉണ്ടോ? വേറെ അല്ല, നരേന്ദ്രമോദിക്ക് സൗഹൃദം ഉള്ള ഒരു സ്ത്രീയാണ് പശ്ചിമ ബംഗാൾ. അതെ. രണ്ടാമത്, എന്തുകൊണ്ടാണ് അവിടെ ഈ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചാൽ ധനുഷ് ആലോചിക്കുന്ന പോലെ ഞാനും പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിന് കോട്ടം വരും, അല്ലെങ്കിൽ അത് ശരിയല്ല. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്ന് അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണല്ലോ എന്ന് പറയും. പക്ഷേ ശരിക്കും പശ്ചിമ ബംഗാൾ ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയല്ല ഗവൺമെൻറ് അധികാരത്തിൽ, അവരുടെ ഗുണ്ടായുസത്തിൽ കൂടി മാത്രം അധികാരത്തിൽ നിന്ന് അവർക്കെതിരെയുള്ള ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ ഒരു ഇലക്ഷനും അവർ വന്നതിന് ശേഷം സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ദീർഘമായിട്ട് നോക്കുമ്പോൾ പഠിക്കുവാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെയാണ്. ഇപ്പം പശ്ചിമ ബംഗാൾ ചില വിഷയങ്ങളുണ്ടല്ലോ. നമ്മൾ പശ്ചിമ ബംഗാളിനെ തുല്യം ചെയ്യേണ്ട വേറെ പണ്ടത്തെ ബീഹാർ പോലെയും അല്ലെങ്കിൽ പണ്ടത്തെ UP പോലെയുള്ള സംസ്ഥാനങ്ങളെയാണ്. അവിടെയൊക്കെ ഭരണാധികാരികൾ മാറിയപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ രീതികൾ മാറി. അവിടെ ഇതിനെക്കാട്ടി വലിയ ബലാത്സംഗങ്ങളും മാഫിയ സംഘങ്ങളും കൊള്ള സംഘങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെറുതിനെയൊക്കെ മറച്ചു പിടിക്കുന്നതിന്, രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നതാണെന്ന് തന്നെയാണ് അതിൻ്റെ വാസ്തവം. അപ്പം ആ കൊള്ള സംഘത്തിന് കൂട്ടുനിൽക്കാണ്ടാത്തതായിട്ട്, അല്ലെങ്കിൽ ആ കൊള്ള മുതൽ വേണ്ടാത്തതായിട്ടുള്ള ഭരണാധികാരികൾ അവിടെയൊക്കെ വന്നപ്പോൾ, നിതീഷ് കുമാറിനും കൊള്ളക്കാരനും ഒന്നുമില്ല, ഭരണത്തിലിരിക്കണം എന്നുള്ള താല്പര്യമുള്ളൂ. ബീഹാറിൽ വന്നപ്പോഴും അല്ലെങ്കിൽ ഈ UP ഇപ്പം ഒരു സന്യാസി വന്നപ്പോഴും ഒക്കെ അതിന് മാറ്റം. പശ്ചിമ ബംഗാളിൽ ഇപ്പം ധനുഷ് ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു ഡോക്ടറുടെ, ഒരു PG ഡോക്ടറുടെ വിശ്രമവേളയിൽ അവിടെ ഒരു സൈക്കോ വന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു കേസ് എല്ലാവരും ഉയർത്തി കാണിക്കുന്ന ഒരു ബലാത്സംഗ കേസ്, അതൊരു ബലാത്സംഗ കേസാണെന്ന് വിശ്വസിക്കാൻ ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ അങ്ങനെയാണ്. ബലാത്സംഗം നടന്നിട്ടുണ്ട്, ശരി തന്നെ. കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അത് 5 or 6 പേര് ആയിരിക്കാം ആ ബലാത്സംഗം നടന്നു. പക്ഷേ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഹാളിൽ അല്ലെങ്കിൽ സെമിനാർ ഹാളിൽ ഒരു സ്ത്രീ വിശ്രമിക്കുമ്പോൾ മദ്യപിച്ച് മതോന്മത്തനായി വന്ന ആളിന് അന്നേരം തോന്നിയ ഒരു വികാരം, അല്ലെങ്കിൽ അയാൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളുള്ള ആളുടെ സൈക്കോയാണ്, അതുകൊണ്ട് സംഭവിച്ചാണ്, അയാൾ ക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊന്നതാണെന്ന് ഉള്ള രീതിയിലേക്ക് ആ കൊലപാതകത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം അതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിച്ചാൽ തെറ്റ് പറയാനുണ്ടോ? ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൊലപാതകം ശരിക്കും ഈ രീതിയിലുള്ളൊരു ബലാത്സംഗ കൊലപാതകമായിട്ട് മാത്രം ചിത്രീകരിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു. മമതാ ബാനർജി റോഡിലിറങ്ങുന്നു, BJP പ്രക്ഷോഭത്തിലാണ്. BJPയുടെ പ്രശ്നം മമതാ ബാനർജിയാണ്, അല്ലെങ്കിൽ CPMൻ്റെ പ്രശ്നം മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ഈ ജനങ്ങളുടെ ഇടയിൽ ഇത് BJP ഉണ്ടാക്കുന്ന വിഷയമാണ്, സാധാരണ സംഭവിക്കുന്ന ഒരു വിഷയമാണെന്നുകൊണ്ട് ജനങ്ങളെ ധരിപ്പിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ അവിടെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ബലാത്സംഗത്തിന് ശേഷം അവിടുത്തെ പ്രിൻസിപ്പൽ നടത്തിയ ചില നാടകങ്ങൾ. ഒരു ബലാത്സംഗ കേസ്, അല്ലെങ്കിൽ ആ ബലാത്സംഗ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, സഞ്ജയ് റോയ് അല്ലേ, അദ്ദേഹം ഏതോ ഒരു ഈ
ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനല്ല, കരാറനുസരിച്ച് നമ്മുടെ ഈ റോഡിലൊക്കെ നിൽക്കുന്ന ഹോം ഗാർഡ് പോലുള്ള ആയിരുന്നു. അവിടെ ആശുപത്രിയിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് അതൊക്കെ പറയുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സാധാരണ മെമ്പർ പറയുന്ന. അപ്പം ഈ ഇദ്ദേഹത്തെയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ഒറ്റ ഒരാളാണ് ഈ കൊലപാതകത്തിന്റെ എല്ലാം കാരണക്കാരൻ എന്നാണ് ഈ പോലീസ് ഇവരെ പറയുന്നത്. പോലീസ് ആ കേസിനകത്ത് വളരെ കൃത്യമായിട്ട് അന്വേഷണത്തെ പുറകോട്ട് നടത്തുന്നു എന്ന് മാധ്യമങ്ങൾ ഇതിന് ശേഷം 9-ാം തീയതി നടന്ന സംഭവം, 9-ാം തീയതി രാത്രിയിലാണ് തോന്നുന്നു നടന്ന സംഭവം. 10-ാം തീയതി വന്ന് വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ ഈ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടു. വളരെ വികൃതമായിട്ട് ആൾക്കാർ കണ്ടാൽ ഭയക്കുന്ന രീതിയിലുള്ള മുറിവുകളോട് കൂടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ ഉടനെ ഇത് ആത്മഹത്യയാണെന്ന് പറയുന്നു. പ്രിൻസിപ്പളുടെ സന്ദീപ് ഘോഷ് എന്നാണ് പ്രിൻസിപ്പളിന്റെ പേര്. എന്നിട്ട് ആ ദിവസം തന്നെ അദ്ദേഹം ആ മുറിയുടെ ഭിത്തി ഇടിച്ചു മാറ്റും. മനസ്സിലാവുന്നുണ്ട്. ഈ പ്രിൻസിപ്പളിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ഈ പ്രിൻസിപ്പളിന്റെ പുറകോട്ട് പഠിക്കുമ്പോൾ, ഈ പ്രിൻസിപ്പളിന് നേരത്തെ അവിടുന്ന് ട്രാൻസ്ഫർ ഉണ്ടായതാണ്. ഈ പ്രിൻസിപ്പള് ഈ ബാക്കിയുള്ളവർ പറയുന്നത് മമതാ ബാനർജിയുടെ പാർട്ടിക്കാരനാണെന്നാണ്. നേരത്തെ അവർ ട്രാൻസ്ഫർ ഉണ്ടായപ്പോൾ ആ പ്രിൻസിപ്പൾ അവിടുന്ന് മാറാതെ അദ്ദേഹത്തിന് ചാർജ് എടുക്കാൻ വന്ന പ്രിൻസിപ്പളിനെ ആ ഓഫീസ് അദ്ദേഹം അല്ലെങ്കിൽ ആ ഓഫീസ് റൂമിൽ കയറ്റി അത് ഓഫീസ് പൂട്ടിയിട്ടിട്ട് നീ ഒന്ന് ചാർജ് എടുക്കുക എന്ന് പറയുകയും വീണ്ടും ഈ പ്രിൻസിപ്പളിനെ അവിടെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓർഡർ വരികയും ചെയ്തു. ഗവൺമെന്റ് അറിയാതെ അല്ലല്ലോ അദ്ദേഹത്തെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തത്. സാധാരണ ആൾക്കാർ ചിന്തിക്കാതെ ഗവൺമെന്റ് അറിയാതെ ഇത്രയും പിടിപാടുള്ള ഒരാളിനെ ആ മമതാ ബാനർജി അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുമോ? അവർക്ക് അവിടെ ഇരുത്തണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഗവൺമെന്റിനപ്പുറം ഏതോ ഒരു സംവിധാനം സഹായിക്കാൻ അയാൾക്കുണ്ട്. ഏതാ സംവിധാനം? അത് മാഫിയ സംവിധാനത്തിന് മാത്രമേ ഉള്ളൂ ഗവൺമെന്റിനെ സഹായിക്കാൻ. അല്ലെങ്കിൽ ലോകത്തെ എല്ലാ അമേരിക്ക പോലെയുള്ള ഭരണത്തെ പോലും സ്വാധീനിക്കുന്നതിനും അല്ലെങ്കിൽ ഇന്ന റൂട്ടിലൊക്കെ ഒരു പരിധിവരെ കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഇതുപോലെ മാഫിയ, അമേരിക്കയെ സ്വാധീനിക്കുന്ന മാഫിയ അവിടുത്തെ എന്തോ പറയുന്നത് ഈ ആയുധ മാഫിയ എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഏതോ ഒരു മാഫിയയുടെ പുറകിലുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് വളരെ തീർത്തും മാധ്യമങ്ങൾ പോലും മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നുണ്ട്. ഈ കുട്ടി ചില കാര്യങ്ങൾ കണ്ടെത്തി അത് ചിലരെടുത്ത് റിപ്പോർട്ട് ചെയ്തു, അത് അവിടെയൊക്കെ വ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ യൂട്യൂബ് ചാനലുകളും ചെറിയ പ്രാദേശിക വാർത്താ ചാനലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന മരുന്നുകളുടെ പ്രശ്നം, അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം, വ്യാജ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം. അപ്പം ധനുഷിനറിയാമല്ലോ, ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ് മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മേഖല. ആ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മേഖല അത്ര വലുതായതുകൊണ്ട് അതിൻ്റെ പുറകിലുള്ള മാഫിയയും ഉണ്ട്. അതുപോലെ തന്നെ വ്യാജ മരുന്ന് മാഫിയയുണ്ട്. ഈ ഹോസ്പിറ്റലിലെല്ലാം ഇതുപോലുള്ള വ്യാജമരുന്ന് മാഫിയകൾ അല്ലെങ്കിൽ സെക്കൻഡ്സ് മരുന്ന് കൊടുക്കുന്നവരുടെ വ്യാപകമായിട്ടുള്ള ഈ മദ്യത്തിൻ്റെ കാര്യം അറിയാമല്ലോ, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. ഇത് ചില മദ്യ കമ്പനികളൊക്കെ ആ വലിയ മദ്യ കമ്പനികളുടെ പേര് കൊണ്ടുവന്ന് അതുപോലത്തെ കുപ്പിയും സാധനമൊക്കെ വെച്ചിട്ട് ക്വാളിറ്റി പറഞ്ഞ സാധനം കൊടുക്കും. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് കോടികൾ കിട്ടും. ഇതിനകത്ത് ഈ പ്രിൻസിപ്പൾ എന്തിനു വേണ്ടി അവിടെ ഇരിക്കുന്നതിന് വേണ്ടി നിർബന്ധം പിടിച്ചു. ഈ കുഞ്ഞിൻ്റെ കൊലപാതകം കൃത്യമായിട്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം എന്തിനു ശ്രമിക്കുന്നു. ഇപ്പം ഏതാണ്ട് 40 മണിക്കൂർ കൊണ്ട് CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രിൻസിപ്പളിനെ. കഴിഞ്ഞ മണിക്കൂർ ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ വരെ ആകുമ്പം മെഡിക്കൽ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഇന്ത്യയിലുള്ള സംഘടന സമരം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ധനുഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പക്ഷേ ഒരു മെഡിക്കൽ മാഫിയ ഇതിൻ്റെ പിറകിലുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഡോക്ടർമാരുടെ സംഘടനയിൽ സമരം ചെയ്യുന്നത്? ഞാനത് ചോദിക്കാനുള്ള കാരണം, ഈ ഡോക്ടർമാരുടെ സംഘടന, ഡോക്ടർമാർ നമ്മളിപ്പോഴും കാണുന്നതാണ്. ഈ ഡോക്ടർമാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മാഫിയാണ് ഈ മെഡിക്കൽ മാഫിയ. കാരണം ഡോക്ടർമാരുടെ സഹായമില്ലാതെ മെഡിക്കൽ മാഫിയയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്കറിയാം, ഈ മെഡിക്കൽ മാഫിയയും ഫാർമസ്യൂട്ടിക്കൽ വലിയ കമ്പനികളുടെയും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ ഡോക്ടർമാരുടെ അടുത്ത് വന്ന് കണ്ട് ഡോക്ടർമാർക്ക് പല സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് പല മരുന്നുകളും പ്രിസ്ക്രിപ്ഷനിൽ വരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഡോക്ടർമാർ തന്നെ ഇതിനു വേണ്ടി സമരത്തിന് ഇറങ്ങുമെന്ന് വിചാരിച്ചു. എത്ര ദിവസം കഴിഞ്ഞാൽ സമരത്തിന് ഇറങ്ങിയത്? നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞ എങ്ങനെ, കൊലപാതകം നടന്ന അന്ന് തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞ എങ്ങനെയാണ് ഇത് ആത്മഹത്യയാണ് പറയുന്നത് മനസ്സിലായിട്ട്. പോലീസ് വളരെ പിന്തിരിഞ്ഞു. പോലീസിനും അവിടുത്തെ പ്രാദേശിക ഭരണകൂടവും അല്ലെങ്കിൽ ആ ആശുപത്രി അധികൃതരും മൊത്തം ഈ കുട്ടിയുടെ കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തിയെടുക്കാൻ ശ്രമിച്ചില്ലേ? പോലീസ് ഈ കേസിന് കൃത്യമായിട്ട് അന്വേഷിച്ചോ?
അവിടെ ആ ഹോസ്പിറ്റലിൽ ഈ ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് തല്ലിപ്പൊളിക്കുന്ന ഒരു രീതി ഉണ്ടായില്ലേ? അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ അവസാനം ഈ കുട്ടിയുടെ കൊലപാതകം ഈ പറയുന്ന യൂട്യൂബുകളിലും അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ചർച്ചയായപ്പോൾ നിർബന്ധപൂർവം ആ സമരം ചെയ്യേണ്ട വന്ന ഒരു അവസ്ഥയിലേക്ക് ഡോക്ടർമാർ വന്നതാ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാത്രവുമല്ല ആ ഡോക്ടർമാരുടെ സമരത്തിനകത്ത് അക്രമം ഉണ്ടായി. ഇതിനെപ്പറ്റി വാർത്ത വരുന്നത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പം ഈ സമരം ചെയ്യുന്നത് ഡോക്ടർമാർ, ഈ ഡോക്ടർമാർ തന്നെ ഈ മാഫിയ പ്രൊമോട്ട് ചെയ്യുന്നേ. ഈ മാഫിയ പ്രൊമോട്ട് ചെയ്യുന്ന ഡോക്ടർമാരാണ്. ആ മാഫിയയുടെ പുറയിൽ ഡോക്ടർമാരുണ്ട്, രാഷ്ട്രീയക്കാരുടെ പുറയിൽ ഡോക്ടർമാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇത് ഇപ്പം വെളിയിൽ വന്നു, കൊലപാതകമാണെന്ന് വെളിയിൽ വന്നു. കൊലപാതകം ഒരു സൈക്കോയുടെ അന്നേരത്തെ ഒരു വികാരത്തിനനുസരിച്ച് ഒരു കുട്ടി കൊല ചെയ്യപ്പെട്ടതിന് അപ്പുറം പോകാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളും ഡോക്ടർമാർ ഉൾപ്പെടെ അതിന് ശ്രമിക്കുന്നു ഉള്ളതിനകത്ത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു മാഫിയ അതിൻ്റെ പുറകെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിപ്പം CBI അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് CBI അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഈ ഒരു ആൾ മാത്രം വിചാരിച്ചെന്നുള്ള കൊലപാതകമല്ല, ഒരാൾ മാത്രം വിചാരിച്ചുള്ള കൊലപാതകമല്ല. മാത്രമല്ല ബലാത്സംഗ അറ്റംപ്റ്റ് കഴിഞ്ഞ ഒരു പ്രതിക്ക് ആളിനെ തിരിച്ചറിയാതിരിക്കാൻ കൊലപാതകം ചെയ്യുന്നതിന് ആ കൊലപാതകം നടത്തിയാൽ മതി. ഇത്രയും ക്രൂരമായ കാര്യമൊന്നുമില്ല. ഇത് ആ ബോഡി ഇത്രയും വികൃതമാക്കി എന്ന് പറഞ്ഞാൽ ആ ബോഡി കാണുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യണം. മനസ്സിലായില്ല? ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം മാധ്യമങ്ങളുടെ ഈ ചർച്ച. അത് ബലാത്സംഗം ചെയ്ത്, ക്രൂരമായ ബലാത്സംഗം ചെയ്ത് ബ്രൂട്ടലായിട്ടുള്ള ഒരാളാണ്. ആ രീതിയിലുള്ള പ്രതികരണവും ഭയങ്കര കോൺഫിഡൻസോടുകൂടിയായിരുന്നു. അതെ, ഇതൊരു റേപ്പല്ലേ, ഇതിന് എത്ര ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ പുള്ളി ആക്രോശിക്കുകയായിരുന്നു. ഈ പ്രതി അത് മാത്രമല്ല, ഈ പ്രതിയുടെ പുറകിൽ മാഫിയ ഉണ്ടെന്ന് വെച്ചു. നമ്മൾ സംശയം പറയും മാഫിയ ഉണ്ടെങ്കിൽ ആ മാഫിയ കൃത്യമായി ഉറപ്പായി കൊടുത്തിട്ടുണ്ടോ? നമ്മൾ കണ്ടില്ലേ ട്രെയിനിൽ നിന്നൊരു ഭിക്ഷക്കാരനൊരു അത് മനഃപൂർവ്വമല്ലാത്ത സാധനം. ട്രെയിനിൽ നിന്ന് ഭിക്ഷക്കാരൻ ഒരു പെൺകുട്ടിയെ തള്ളിയിട്ട് കൊന്നതിന് അയാളെ സഹായിക്കാൻ സുപ്രീം കോടതി വരെ വക്കീലുണ്ടായിരുന്നല്ലോ, ഏറ്റവും വിലപ്പെട്ട വക്കീലുണ്ടായിരുന്നു. ആ വക്കീൽ ഇവിടെ നിന്നുണ്ടായെന്നറിയോ? അത് മയക്കുമരുന്ന് മാഫിയയുടെ ആളായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലേക്കും ട്രെയിനിൽ ഈ മയക്കുമരുന്ന് മാഫിയുടെ ആളാണ്. ഇവൻ്റെ കയ്യിൽ സാധനം കൊടുത്തു വിട്ടാൽ ഇവനെ ആരും പരിശോധിക്കത്തില്ല. പല സംസ്ഥാനങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഇവനെ വെളിയിൽ അവൻ അന്നേരത്തെ രീതി കണ്ടു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ചെയ്ത് അവൻ സ്ഥിരമായിട്ടതൊക്കെ ചെയ്യുന്നവൻ. പക്ഷേ അവൻ വെളിയിൽ വരേണ്ടത് ഇവരുടെ ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി അവിടെ ജീവിച്ചിരുന്നാൽ കോടാനുകോടി രൂപയുടെ ഇന്ത്യയിലുടനീളം ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാഫിയയുടെ കാര്യത്തിൽ, അവയവ മാഫിയ പോലെ അല്ലെങ്കിൽ മരുന്ന് മാഫിയയുടെ ഒരു മാഫിയകളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുന്ന ഒരു രീതി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു. ഈ പെൺകുട്ടി അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത കുട്ടി, അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും ചിന്തിക്കാത്തതുകൊണ്ട് ഇത് കണ്ടുപിടിച്ച ഉടനെ നേരിൻ്റെ ഭാഗത്തുനിന്ന് ചില കൂടെ ഉള്ളവരുടെ അടുത്തൊക്കെ പറയുകയും ഇത് എത്തേണ്ടടുത്ത് എത്തുകയും ഇനിയും ഇവർ ഇരുന്നാൽ അത് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാകും. ആ രീതിയിലുള്ള ഒരു കൊലപാതകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനുഷേ. അത് പക്ഷേ ആരും ചർച്ച ചെയ്യുന്നില്ല. ആ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഒരു പാർട്ടിക്കാരും ശ്രമിക്കുന്നുമില്ല. ഒരു പക്ഷേ ഇതിങ്ങനെ വിഷയമാക്കി അല്ലെങ്കിൽ പ്രശ്നമാക്കി ഈ കൊലപാതകത്തിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് വന്നിട്ട് 4-5 പേര് അല്ലെങ്കിൽ ഇത് ഒതുക്കി തീർത്ത്, അല്ലെങ്കിൽ ഈ ഇപ്പം പിടിക്കപ്പെടുന്നവൻ്റെ പേരിൽ കുറ്റം ചാർത്തി ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കാൻ ആണ് സാധ്യത. ഈ ഒരു കൊലപാതകം അതിന് മുമ്പ് ഉദാഹരണത്തിന് മുമ്പ് ജാർഖണ്ഡിൽ ഒരു കൊലപാതകം നടന്നു. ഈ പറയുന്ന പോലെ ജനുവിന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് വീട്ടിൽ പോകുന്നു, അവരെ ഒരു വഴിക്ക് വെച്ച് പിടിച്ച് അവർ മദ്യം കൊന്നു. അവനെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി 3000 അവരുടെ കയ്യിൽ നിന്ന് 10,000 രൂപ എടുത്തുകൊണ്ട് പോയി അവനെ ജനുവിനായിട്ട് പിടിച്ചു. അത് സ്വാഭാവികമായിട്ട് നടന്നിരിക്കുന്ന ഒരു സംഭവം. കാരണം അവൻ ബുദ്ധിയില്ലാത്തവരുത്തനായിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് പോയി ഉപയോഗിച്ചു. അവൻ ആ സ്റ്റേറ്റ് അവൻ അത്രയ്ക്കുള്ളത് അവനെ സൈക്കോ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ അവൻ എടുക്കത്തില്ല. എടുക്കത്തില്ല. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ട് ആ സാഹചര്യത്തിൽ ഒരു കള്ളുകൂടിയന് തോന്നിയ വികാരത്തിനകത്ത് വന്നൊരു കൊല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിന്റെ പോക്ക് അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടുള്ള കള്ളുകൂടിയൻ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. സ്വാഭാവികമായിട്ട് കള്ളുകൂടിയനല്ല. ഇതുപോലെ ഇപ്പം പലയിടത്തും കിടന്നുറങ്ങുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു, അവനൊക്കെ ക്രിമിനൽസ് അല്ലേ? അവർ ഞാൻ പറയാം സ്വാഭാവികമായിട്ട് ക്രിമിനലിന് തോന്നുന്നത്. പക്ഷെ ഇതും അങ്ങനെ വരുത്താൻ ശ്രമിക്കുകയാണ്. ഈ പെൺകുട്ടി വേറെ സെമിനാർ ഹാളിൽ എങ്ങനെയാ പോയി കിടന്നുറങ്ങുന്നത്? സെമിനാർ ഹാളിൽ ഡോക്ടർമാർ വിശ്രമിക്കുന്ന സ്ഥിരമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അത് ശ്രദ്ധ വരുന്ന സ്ഥലമല്ലേ? മാത്രമല്ല ഒരു ഡോക്ടർ ഡ്യൂട്ടിയിലാണ്, ഡോക്ടർ അല്പനേരം ഒന്ന് വിശ്രമിക്കാം. ആ ഡോക്ടർ എവിടെയാണെന്നുള്ള കാര്യം ബാക്കിയുള്ളവർക്ക് അറിയുന്നില്ലേ? പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഈ പ്രിൻസിപ്പലിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ എങ്ങനെ ഈ കുട്ടി സെമിനാർ ഹാളിൽ വന്നു? ആ ചോദ്യത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ഈ പെൺകുട്ടിയെ അവിടെ എത്തിച്ചാണ് എങ്ങനെ അവിടെ വന്നു എന്ന് ഇയാൾ ആദ്യമേ ചോദിക്കണം. ഇയാളുടെ മണ്ടത്തരത്തിലുള്ള ചോദ്യമാണ്. അവിടെ വരാനൊരു സാധ്യതയില്ല. അപ്പോൾ അതിനകത്തും ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ കരുതലോടുകൂടി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെന്നുള്ള രീതിയിലേക്ക് വളരെ ബുദ്ധിപരമായിട്ട് അയാൾ നടത്തിയ പ്രസ്താവനകളെല്ലാം
നേരത്തെ കരുതി കൂട്ടി എന്തൊക്കെയോ സംഭവിക്കാൻ പ്ലാൻ ചെയ്ത ഒരാൾ പറയുന്ന വർത്തമാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ട് പോയി. പോലീസ് അന്വേഷിച്ചാലോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലോ അല്ലെ മമതാ ബാനർജിയുടെ ഗവൺമെൻറ് അന്വേഷിച്ചാലോ ഇതൊരിക്കലും വെളിയിൽ വരത്തില്ല. മമതയ്ക്ക് ഇനിയും താല്പര്യമുണ്ടെങ്കിൽ പോലും മമതയെ മറികടക്കുന്ന മാഫിയ ആയിരിക്കും ഈ മാഫിയ. അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന മാഫിയ ആയിരിക്കും മാഫിയ. പണ്ട് ശശി തരൂരിൻ്റെ ഭാര്യയെ കൊന്നത് ആരാണെന്ന് തരൂരിന് അറിയാമെങ്കിൽ പോലും വെളിയിൽ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നില്ലേ? അതുപോലത്തെ ഉള്ള ഒരു മാഫിയ തന്നെയായിരിക്കും. ഈ കൊലപാതകത്തിന് മുമ്പിൽ ഒരു സാധാരണ സ്ത്രീയെ കണ്ട് ഒരു സൈക്കോയ്ക്ക് തോന്നി ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു കേസായിട്ട് നമ്മൾക്ക് തോന്നുന്നില്ല. അത് വ്യക്തമായിട്ട് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാഫിയകളുടെയൊക്കെ ബന്ധം വെളിയിൽ വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.